നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കൗരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെൻ യു ലീവ് ഓർ ഡിസ്കാർഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നാർസിസിനെ ഞാൻ കളഞ്ഞു, ഞാൻ അതിനെ ചവിട്ടുകൊട്ടയിലിട്ടു ഈ നാർസിസിനെ എന്നുള്ളതാണ് ഡിസ്കാർഡ് എന്ന് പറയുന്നത്. അപ്പം വെൻ യു ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് നാർസിസിസ്റ്റ് വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ്. അപ്പം ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും? അയാളുടെ മാലിഗ്നൻസി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഇന്റൻസിറ്റിക്ക് വളരെയേറെ നിങ്ങൾക്ക് അതിന്റെ ഡിക്രീസും ഇൻക്രീസും ഒക്കെ നിങ്ങൾക്ക് നോക്കാം, ഇതിന്റെ നേച്ചർ. പക്ഷേ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? നാർസിസിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക, എന്താണ് അവർ ചെയ്യുക, എന്താണ് അവരുടെ ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെ നമുക്ക് കറക്റ്റായിട്ടും അറിയാം, അവർക്ക് വളരെയേറെ ഫ്രജൈൽ ഈഗോയാണ്. അവർക്ക് എംപതി എന്ന് പറയുന്നത് ഇല്ല. അവർക്ക് എൻടൈറ്റിൽമെന്റ് ഉണ്ട്, അരഗൻസ് ഉണ്ട്, ഗ്രാൻഡിയോസിറ്റി ഉണ്ട്, കലസ്നെസ് ഉണ്ട്, ക്രൂവൽറ്റി ചിലപ്പോൾ കാണും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർക്ക് അവരുടെ ഒരു എന്താ പറയുക, അവർക്ക് തോന്നിയ പോലെയൊക്കെയാണ് അവരുടെ ഇമോഷൻസ് വരെ. അതിനൊരു റെഗുലേറ്റഡ് ചെയ്യാനൊന്നുമുള്ള കപ്പാസിറ്റി ഇല്ല. അവർ അമിഗ്ഡലയൊന്നും അതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ആ വ്യക്തിയെ അവർ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്. നാർസിസിസ്റ്റ് നമ്മളെ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ, നാർസിസിസ്റ്റിന്റെ ഡിസ്കാർഡ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ വെൻ എ വിക്ടിം ഡിസ്കാർഡ് ദ നാർസിസിസ്റ്റ്, അതായത് ഞാൻ അയാളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയിട്ട് വിക്ടിമിന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് അവരുടെ വളരെ ക്ലാരിറ്റിയിലുള്ള ഒരു ഡിസിഷൻ. വൈ ഐ ആം ഡൂയിങ്, ഹൗ ഐ ആം ഡൂയിങ് ഇറ്റ്, വെൻ ഐ ആം ഡൂയിങ് ഇറ്റ്, എല്ലാം ക്ലാരിറ്റിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു കേപ്പബിലിറ്റിയും വളരെ നല്ല കറേജും വേണം. വളരെ ബ്രേവ് ആയിരിക്കണം, വളരെ കോൺഫിഡൻറ്റ് ആൻഡ് ബ്രേവ് ടു എക്സിക്യൂട്ട് ദിസ് ഡിസിഷൻ. അതല്ലാതെ ഒന്ന് പറയാം രണ്ടാമത്തെ അന്ന പിന്നെ ഡിസിഷൻ മാറ്റാം. സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടും വളരെ ടഫായിട്ടും ഒരു ഡിസിഷനും അതിനു വേണ്ടിയുള്ള ആ ബ്രേവ് ആയിട്ടുള്ള ഒരു ധൈര്യവും ആത്മധൈര്യം എന്നൊക്കെ പറയുന്നത് പോലെ അതുമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡിസ്കാർഡഡ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പലർക്കും ചില ഈ നാർസിസിസ്റ്റിന്റെ ബാക്കിയുള്ള കുറേ ബിഹേവിയേഴ്സിലും അവരുടെ ഇതിലും അവർ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൺസ് ഡിസ്കാർഡഡ് ഷുഡ് ബി ഓൾവേസ് ഡിസ്കാർഡഡ്. പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ചവിട്ടുകൊട്ടയിൽ ഇട്ട പോലെ തന്നെയാണ് അത് കൊണ്ടുപോയി റീസൈക്ലിങ്ങിന് കൊടുത്തു, അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ കൊടുത്തു എന്ന പോലെ ആയിരിക്കണം. തിരിച്ച് ചവിട്ടുകൊട്ടയിൽ നിന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാർസിസിസ്റ്റിനെ ഒരു വ്യക്തിം ഒരു ലീവ് ചെയ്യുകയോ ഡിസ്കാർഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഫസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് റിജക്റ്റഡ്. ഐ ഹാവ് ബീൻ റിജക്റ്റഡ്. എൻടൈറ്റിൽമെന്റും അതുപോലെ തന്നെ സെൽഫ് ഇമ്പോർട്ടൻസും ഒക്കെയുള്ള ഒരു സുപ്പീരിയർ ഫീലുമുള്ള ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു കാരണവശാലും എടുക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ദേ ഫീൽ ദാറ്റ് ദേ ഗോട്ട് അബാൻഡൻഡ് ആൻഡ് ദേ ഹാവ് ബീൻ റിജക്റ്റഡ് and they feel completely lost and defeated. ഇതൊന്നും അവരുടെ ഈഗോയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല. സോ ഹൗ ദ നാർസിസിസ്റ്റ് വിൽ ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they feel of rejection, abandonment, they feel they are lost, they got defeated. ഈ രീതിയിൽ തോൽപ്പിക്കപ്പെട്ടു, ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു, എന്നെ അബാൻഡൺ ചെയ്തു, എന്നെ ഉപേക്ഷിക്കപ്പെട്ടു. അവർക്കിങ്ങനെ ആ ഫീൽ വരുമ്പം അവരുടെ ഈഗോ എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയതുകൊണ്ടും ഒരു എന്താ പറയുക, വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് ദേ ജസ്റ്റ് ഗെറ്റ് ഫ്യൂറിയസ്. ദേ ജസ്റ്റ് കൻ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. അവരുടെ തലയ്ക്കകത്തുനിന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, കിളികളൊക്കെ പറന്നു പോയി ഇങ്ങനെ ഒരുമാതിരി ആ ലെവലിലൊക്കെ ഇരിക്കുന്ന പോലെ അവർ ഭയങ്കരമായിട്ട്, എന്നിട്ട് അവരിങ്ങനെ അവരുടെ ക്രൂവൽറ്റി, അവരുടെ കളേഴ്സ്നെസ് എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ അവർ പല പല പ്ലാനിങ്ങിലേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ അവരെന്ത് ചെയ്യും? ഇത് അവരുടെ ഫീലാണ്. ഇനി അവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ചെയ്യുന്ന, അതായത് വാട്ട് ദേ ഡു ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ജസ്റ്റ് ഗോ ഡീപ്പ് ഇൻ ടു എ ടൂൾ ബോക്സ്. ഇങ്ങനെ അപ്പൊ ഏത് ലെവലിലാണ് എന്നെ ഡിസ്കാർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോക്കും. അവരുടെ ഡീപ്പ് ഇൻ ടു ദ ടൂൾ ബോക്സിലേക്ക് പോയിട്ട് ആൻഡ് ദേ പിക്ക് അപ്പ് ദ റൈറ്റ് ടൂൾസ് ടു ടേൺ ദി എൻറ്റയർ സിനാറിയോ ഇൻ ടു ദെയർ ഫേവർ. ഈ സാധനം മുഴുവൻ എൻ്റെ ഫേവറിലേക്ക്. അതിങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. കണ്ടില്ലേ, അവൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ എന്നോട് ഞാൻ എങ്ങനെ സ്നേഹിച്ചത്, എന്തിൻ്റെ കുറവാണ്? കുട്ടികളെ ഓർത്തോ, അവരെ ഓർത്തോ, കുടുംബത്തെ ഓർത്തോ, ഇതെന്ത് പറഞ്ഞെന്നും പറഞ്ഞാണ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്?
കുടുംബത്തിന് മോശമായ കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ഇത് പറയുന്നത്, ഇവളെ ഞാൻ ജോലിക്ക് വിട്ടിട്ടല്ലേ, ഇവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ അവളിങ്ങനെ ചിന്തിക്കുവോ, എൻ്റെ കീഴിൽ ഞാനിപ്പം അവൾക്ക് ഇത്രയൊക്കെ ഫ്രീഡം അനുവദിച്ചു കൊടുത്തിട്ടല്ലേ, അല്ലെങ്കിൽ സ്ത്രീകളാണ് ഡിസ്കാർഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ രീതിയിൽ അവർ പറയും ഞാൻ എന്താ പറയുക, ഏതൊക്കെ രീതിയിൽ നിന്നതാണ്, ഞാൻ എങ്ങനെയൊക്കെ അയാളെ കരുതിയതാണ്, എന്നിട്ടാണോ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാൻ ഇങ്ങനെ സ്നേഹിച്ചതല്ല. സ്ത്രീകളെയാണ് മറ്റേ ആൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. ഞാൻ എവിടെയാ കുറവ് വരുത്തിയത്, അവിടെ ചെയ്തിട്ട് ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയല്ലേ ചെയ്ത്, അങ്ങനെ പല 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 രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ട് അപ്പം അവിടെ വരുന്ന ഡിസീവ് ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് കൂടുതലായിട്ട് ചെയ്യുക. അതായത് വഞ്ചന, ചതി, മാനിപ്പുലേഷൻ, ഇന്ന കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ആ ടൂൾ ബോക്സിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പം എന്താണ് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ, അതായത് ആദ്യം ഞാൻ പറഞ്ഞു ഹൗ ദേ ഫീൽ, നൗ വാട്ട് ഈസ് ദെയർ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ദേ ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ എയിം എന്ന് പറയുന്നത് അവരുടെ ഈ എൻറ്റയർ സെനാരിയോ അവരുടെ ഫേവറായിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ ഡീപ്പ് ഡഗ് ചെയ്യും. അവരുടെ ടൂൾ ബോക്സ് ഒക്കെ നോക്കിയിട്ട് ഇതിനകത്ത് ഏതെടുത്താലാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഏതൊക്കെ ടൂൾസ് അവർ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചതി, വഞ്ചന, കള്ളം, ഡിസീറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, പ്രൊജക്ഷൻ, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അവരുടേതാക്കി അവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, ബ്ലെയിം ഷിഫ്റ്റിങ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ ഒരു റാഷണലൈസേഷൻ, അതായത് നിങ്ങൾക്കറിയാവോ അങ്ങനെ അന്ന് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ, അത് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചതാണ്, ഞാൻ അവളോട് അന്നേരം ഒരു അടി കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അടി കൊടുക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ സാഹചര്യത്തിൽ നിങ്ങൾ അല്ലാതെ ഉള്ളിൽ പോലും ഞാൻ അവളെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇപ്പം സ്ത്രീകളാണെങ്കിൽ പറയും, ഒക്കെ പുരുഷന്മാർ പറയും അവള് ആരാണ്ടും ഒക്കെ ആയിട്ട് ചാറ്റിങ്, എനിക്ക് ഈ ബന്ധമൊന്നും വേണ്ട, നിങ്ങൾ അറിയണം ഞാൻ എന്തുകൊണ്ട് ചാറ്റും, അന്നേരം ഉണ്ടായ വിഷമത്തിൽ എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു, ഇവിടെ ആരുമില്ലായിരുന്നു, ഇവിടുന്ന് ഒരു ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ, അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടുന്ന് പോയെന്നല്ല. You just get into kind of, oh my God, what a kind of a rationalization. എല്ലാത്തിനും റീസൺസും ഇതും കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം ഫേക്കാണ്, എവറിത്തിങ് ഈസ് ഫേക്ക്. അപ്പം ഈ രീതിയിലാണ് അവർ ടൂൾസ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിലുള്ള ടൂൾസുകളെല്ലാം അവർ ഉപയോഗിക്കും. പിന്നെ അവർ ഉപയോഗിക്കുന്ന ആ ടൂൾസിൽ നിന്ന് അവരെ അവർ പുറത്തേക്ക് കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറയുന്നത്, നമ്മൾ ദ ബിഹേവിയർ ദ റിയൽ ആക്ഷൻ ടേക്ക് പ്ലേസസ് ലൈക്ക് ക്രോക്കഡൈൽ ടിയേഴ്സ്, അതായത് കണ്ണുനീര്, ഇത് എവിടുന്ന് വരുന്നൊന്നും നമുക്കറിയത്തില്ല, ഇറ്റ് ജസ്റ്റ് കം, അതാണായാലും പെണ്ണായാലും ദ ക്രോക്കഡൈൽ ടിയേഴ്സ് വിൽ ഇങ്ങനെ നമ്മുടെ കടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫേക്ക് അപ്പോളജീസ്, അയ്യോ എൻ്റെ അമ്മ ദ റിയൽ ആണെന്ന് തോന്നുന്ന പോലെ, ഇറ്റ് ഈസ് സോ ട്രൂ എന്ന് തോന്നുന്ന പോലെ they apologize and they are sorry, sometimes fall on your feet and they just say they can't take it. ചിലപ്പോൾ നെഞ്ചുവേദന വരുന്നു, എനിക്ക് ആ വിഷമം അങ്ങോട്ട് കയറിയിട്ട് നീ എന്നോട് ക്ഷമിക്കത്തില്ലേ, നീ പൊറുക്കത്തില്ലേ, എനിക്ക് അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ലെവലിലേക്കൊക്കെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫേക്ക് ആയിട്ട് പിന്നെ വരുന്നത് ലവ് ബോംബിംഗ് ആണ്. ഇതും അവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. സ്നേഹത്തെ പറ്റി പറഞ്ഞു വാഴ്ത്തുക, അവർ എത്രമാത്രം നിങ്ങളിലേക്ക് ഇതായിരുന്നു, എത്ര വിശ്വസിച്ചു, എത്ര അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയും. ഇനി കൺവിൻസിങ് പ്രോമിസസ് ടു ചേഞ്ച്, അടുത്ത ബിഹേവിയറാണ്. ഞാൻ ചേഞ്ച് ആകും, ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആവില്ല, ഇങ്ങനെ ആവില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം, ഇതൊന്നും ഞാൻ പറയുന്നത് പോലല്ല, ഇപ്രാവശ്യം ഞാൻ പറയുന്നത് അങ്ങനെയാണ്, ഇനി ഒരു കാരണവശാലും നീ ഇല്ലാതെ എനിക്ക് എങ്ങനെയാ പറ്റുമോ, നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇനി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഉണ്ടാകത്തില്ല, ഇങ്ങനെ ഉണ്ടാകത്തില്ല, അങ്ങനെ പറഞ്ഞ് ഭയങ്കര. പിന്നെ ഇൻറ്റിമസി സെഡക്ഷൻ, അതായത് സെഡ്യൂസ് ചെയ്യും, ഭയങ്കര ഇൻറ്റിമസി കാണിച്ചുകൊണ്ട്. അത് സെക്ഷൽ ഇൻറ്റിമസി ആകാം, ഇമോഷണൽ ഇൻറ്റിമസി ആകാം, റൊമാൻറ്റിക് ഇൻറ്റിമസി ആകാം, ഈവൻ ഫിനാൻഷ്യൽ വൈസും ഒക്കെ നമുക്കിതിങ്ങനെ തന്നിട്ട്, കൂടുതലായിട്ട് ഇതിങ്ങനെ തന്നിട്ട് നമ്മളെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഇൻറ്റിമസിയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ സെഡ്യൂസ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതാകുമ്പോൾ പിന്നെ ഹൂവറിങ്, പിന്നെ ഫ്ലൈങ് മങ്കീസ്, ഈ സാധനം എല്ലാം വരും. ഹൂവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എതിലേ പോയാലും ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ ഓരോ സ്ഥലത്തുനിന്നും ഓരോ രീതിയിലേക്ക് നമുക്ക് വരും. പിന്നെ ഇതൊക്കെ നമ്മളിനി ഇതിനകത്തൊന്നും വഴങ്ങിയില്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പിന്നെ ഇവർക്ക് റിവെഞ്ചും ഭയങ്കരമായിട്ട് നമ്മളോട് അറ്റാക്കിങ് മോഡുക. പിന്നെ അവർ ചെയ്യുന്ന സ്മിയർ ക്യാമ്പയിൻ ചെയ്യും, ഇങ്ങനെ നമ്മളെ പറ്റി പല കാര്യങ്ങൾ പലരോട് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്കിങ്ങനെ ഫീല് തോന്നിയിട്ട് നമ്മളിങ്ങനെ പറയും, എന്തേലും മാറ്റായാലും ഇത് മുഴുവൻ എന്നെ പറ്റി ഇങ്ങനെ ആക്കുന്നു, ഞാൻ നീ നിന്നിട്ടും കാര്യമില്ല, തിരിച്ചു പോയി. ഇങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും അവസ്ഥയിൽ ഹൂവറിങ്ങിലൂടെയോ അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ചെയ്യും. സ്റ്റോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ഇവരിങ്ങനെ നമ്മളെ ഫോളോ ചെയ്യും, അവരുടെ ഫ്ലൈങ് മങ്കീസ് ഫോളോ ചെയ്യും, നമുക്കൊന്നും ഇതാക്കാൻ പറ്റും.
വർക്ക് പ്ലേസസിലാണെങ്കിൽ നമ്മുടെ പെർഫോമൻസസിനെ അവർ ഭയങ്കരമായിട്ട് ഡിബീൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ലെവലിലേക്കൊക്കെ ഇവർ പല കാര്യങ്ങളും കൊണ്ടുവരും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഈ സ്മിയർ ക്യാമ്പയിൻ, പിന്നെ റിവെഞ്ച്ഫുൾ ആക്ഷൻസ് ആണ്. പിന്നെ എവിടെയൊക്കെ നമുക്ക് തട്ടുതരാവോ അവിടെയെല്ലാം തട്ടുതരാൻ നോക്കുക. ഇതെല്ലാം ഞാൻ ആദ്യത്തെ പറഞ്ഞ കുറേ ബിഹേവിയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന കാര്യമാണ്. റിവെഞ്ച്ഫുൾ ഫീലിംഗിലേക്ക് വരുന്നത് അവർക്ക് ആദ്യത്തെ ആ രീതിക്ക് ഒന്നും നമ്മളെ കിട്ടുന്നില്ല, വീണ്ടും നമ്മൾ അതിലേക്ക് വരുന്നില്ല എന്ന് വരുമ്പോഴത്തേനും വരുന്ന പിന്നെ വരുന്ന ഒരു ബിഹേവിയറാണ്. അങ്ങനെ അവരുടെ ഫീലിങ്സ് ഞാൻ പറഞ്ഞു, അവരുടെ ടൂൾ ബോക്സിലേക്ക് നോക്കിയിട്ട് എടുക്കുന്നത് അവരുടെ എൻ്റയർ സിസ്റ്റം അവരുടെ ഫേവറിലേക്കാക്കും. അതിനു വേണ്ടിയിട്ട് ഈ സിസ്റ്റം റിവെഞ്ചിൽ പോലും അവരെന്തുകൊണ്ടാണ് സ്മിയർ ക്യാമ്പയിൻ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിറ്റുവേഷനും എനിക്ക് ഫേവർ ആകണം, വിക്ടിമിന് ഫേവർ ആകരുത്. വിക്ടിമാണ് ഡിസ്കാർഡ് ചെയ്തത്, പക്ഷെ ആ ഡിസ്കാർഡ് ചെയ്തത് പോലും അവളുടെ കുഴപ്പമാണ്, കുറ്റമാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ വളരെ നല്ലത്, ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഇത് കൊണ്ടുവരിക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു നാർസിസിനെ ഡീൽ ചെയ്യുന്നതോ നാർസിസിൽ നിന്ന് ഇറങ്ങി പോകുന്നതോ ഒന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല. വിക്ടിം ഹാസ് ടു ബി വെരി ക്ലിയർ ആയിരിക്കണം അവരുടെ ലൈഫിലും അവരുടെ റിലേഷൻഷിപ്സിലും അവരെടുക്കുന്ന ഡിസിഷൻസിലും. അതുപോലെ തന്നെ അവര് വളരെ നല്ല ധൈര്യശാലികൾ, നല്ല കറേജ് വേണം. നല്ല കറേജ് ഇല്ലാതെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ ഏത് സിറ്റുവേഷനും അവർ ഫേവറിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർ. കാരണം അവരൊരിക്കലും അവരുടെ പേരോ അവർ ചെയ്യുന്നതൊന്നും മോശമാകാനായിട്ട് അവർ സമ്മതിക്കില്ല. അതിന് ഏത് കളി ഏതറ്റം വരെ പോയി കളിക്കാനും അവർ തയ്യാറാവും. അവർ നിങ്ങളെ ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് പറയാൻ റീസൺസ് ഉണ്ട്, ഇന്ന കാര്യം കൊണ്ട് ഞാൻ ഡിസ്കാർഡ് ചെയ്തു, എൻ്റെ അടുത്തേക്ക് വരിക വേണ്ട. പക്ഷെ നിങ്ങളെ ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ യു ആർ ഡിഫീറ്റിംഗ് മീ, നെവർ. ഐ ക്യാൻ ബട്ട് യു ക്യാൻ നോട്ട്. ഐ ഹാവ് ടു ബി എ വിന്നർ ഓൾ ദ ടൈം. അപ്പം എൻ്റെ ഈഗോയ്ക്ക് അങ്ങനെ ആ വൾണറബിൾ ഹേർട്ട് കിട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിലേക്ക് സൂക്ഷിക്കണം. നമ്മളിത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ആ ഫീലിംഗ് ഓഫ് റിവെഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ, ഭയങ്കരമായിട്ട് വിക്ടിമിനോട് ഉള്ളത് കൊണ്ട് തന്നെ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ദ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ലെവലൊക്കെ നോക്കിയിട്ട് യു നീഡ് ടു ബി ഓൾ ദ ടൈം ലുക്കിംഗ് ഫോർ പ്രൊട്ടക്ടിങ് യുവർ സെൽഫ് ഫ്രം ദി നാർസിസിസ്റ്റിക് പേഴ്സൺ. ബിക്കോസ് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ തീർച്ചയായിട്ടും റിയാക്ട് ബാക്ക് ചെയ്യുന്നത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളിലേക്കും ഡിസ്ട്രോയ് ചെയ്യാനുള്ള ലെവലിലേക്കായിരിക്കും. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിയമപരമായിട്ടും നിങ്ങളുടേതായ രീതിയിൽ ഒരു സെക്യൂരിറ്റി, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ, നിങ്ങളുടെ കോഗ്നിറ്റീവ് ഏരിയാസ് എല്ലാം നിങ്ങൾ നല്ലതുപോലെ വർക്ക് ചെയ്തെടുത്ത്, പ്രത്യേകിച്ച് ഒരു എക്സ്പേർട്സിൻ്റെ കൂടെ, ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന വിക്ടിംസ് ആയിട്ട് വരുന്നവരെല്ലാവരും ആ രീതിക്കാണ് വർക്ക് ചെയ്തെടുക്കുന്നത്. സോ യു നീഡ് ടു ബി ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബ്രില്യൻ്റ് ആയിട്ട് വരണം. അതിൽ നല്ലപോലെ കറേജ് ഉണ്ടായിരിക്കണം. ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൽഫോട് കൂടി, ഒരു ഇൻഡിവിജ്വൽ ഓട്ടോണമി ഒക്കെ കൂടിയിട്ടേ നമുക്ക് ഇവരുമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ രീതിക്ക് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നാർസിസിൽ നിന്ന് ലീവ് ചെയ്യുകയും ആ നാർസിസിനെ നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. സിൻസ് ദ നാർസിസിസ്റ്റ് ഹാവിങ് എ റിവെഞ്ച്ഫുൾ ഫീലിംഗ്, please do not think of slightest in your mind to think of going back to a narcissist again after discarding or leaving the narcissist. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് ഓർക്കണം. ലീവ് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ ചിന്തിച്ചുറപ്പിച്ച് ധൈര്യത്തോടു കൂടി ഇറങ്ങണം. അതല്ലെങ്കിൽ ഒരു കാരണവശാൽ അത് ചിന്തിക്കാൻ പോലും പോകരുത്. ബിക്കോസ് എവറി ഡിഫീറ്റ് ഈസ് കൺസിഡർഡ് ആസ് കൈൻഡ് ഓഫ് അവരുടെ ലോസ്റ്റ് ആയിട്ട് കണ്ടിട്ട് അതവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്തിട്ട് അവരെല്ലാം ഒരു റിവെഞ്ച് രീതിയിലേ അവരെടുക്കത്തുള്ളൂ. അല്ലാതെ ഒരു രീതിയിലും നാർസിസിന് എടുക്കാൻ പറ്റില്ല. നിങ്ങളോട് എന്ത് കാണിച്ചെന്നാലും എങ്ങനെയൊക്കെ കാണിച്ചാലും ആ ടൈമിൽ അതൊന്ന് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ അവരെ ഡിഫീറ്റ് ചെയ്തോ നിങ്ങളവരെ ലീവ് ചെയ്ത് ആ മാർക്കുകൾ, ആ ഹേർട്ടൊന്നും അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഒരു നാർസിസിസ്റ്റിനെ നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യാൻ, നാർസിസിനെ കംപ്ലീറ്റ് ആയിട്ട് ലീവ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ ആയിരിക്കുക എന്നുള്ളത് ഓർക്കുക. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.